വേണ്ടി കൊടുക്കപ്പെടുന്ന ഈ തിരുവത്താരയിൽ നമ്മളുടെ ഇടവകയുടെ എല്ലാ നിയമങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകമായി പലവിധ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ട് വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പാർട്ടിസർഗമായ ക്ലേശങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരും അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും യുവാക്കളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ പരിപാലനത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് എഴുതിയിരിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
കർത്താവായ ദൈവമേ, മിശിഹായുടെ സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉദാസകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിപ്പിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ബലിയർപ്പിക്കുവാനും മാലാഖമാരോടൊന്നിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. അങ്ങയുടെ സത്യത്തിന്റെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നയിക്കും. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവിനെ സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ജീവിക്കും സർവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരക്കനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിലും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചു കൂട്ടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. A reading from the letter to the Hebrews, chapter 9, verses 6 to 10. Bless me, Father. May Christ bless you. This is how those things have been arranged. The priests go into the outer tent every day to perform their duties, but only the high priest go into the inner tent, and he does only once a year. He takes with him blood which offers to God on behalf of himself and for the sins which of the people have committed without knowing they were sinning. The Holy Spirit clearly teaches from all these arrangements that the way into the most holy place has not yet been opened, as long as the outer tent still stands. This is an illustration which points to the present time. It means that the offerings and animal sacrifices present to God cannot make the worshipper's art perfect, since they have to do only the food, drink, and various purification ceremonies. These are all outward rules which apply only until the time when God will establish the new order. This is the word of the Lord. Thanks be to God. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
അധ്യായം 2 തിരുവചനങ്ങൾ 13 മുതൽ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, ഒരു 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശാലമായിട്ട് സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ, മദർ തെരേസ കുട്ടികളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മദർ തെരേസ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് തോന്നുക? ദൈവം പാവപ്പെട്ടവരെ സൃഷ്ടിച്ചോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അതെ, ദൈവം തന്നെയാണ് പാവപ്പെട്ടവരെയും ദരിദ്രരെയും ആശ്രയമില്ലാത്തവരെയും എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ വീണ്ടും മദർ തെരേസ അവരോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ധനവാന്മാരെയും അധികാരികളെയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? കുട്ടികൾ വീണ്ടും നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, അവരെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം മദർ തെരേസ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചത്. ദൈവം ധനവാന്മാരെ സൃഷ്ടിച്ചത്, സൗകര്യമുള്ളവരെയും അധികാരികളെയും സൃഷ്ടിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കുവാനും അവരെ പുനരുദ്ധരിക്കുവാനുമാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടെത്തുക, വഴിതെറ്റിപ്പോകുന്ന നന്മകളാണ് തിന്മകളായിട്ട് രൂപാന്തരപ്പെടുക. സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായിരുന്ന മനുഷ്യൻ വഴിതെറ്റുമ്പോഴാണ് ഏറ്റവും മോശകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മതത്തില് എങ്ങനെയാണ് നന്മകൾ തിന്മകളായിട്ട് രൂപാന്തരപ്പെടുക എന്ന് ഈശോ കാണിച്ചു തരികയാണ്. നന്മയും ഔന്നത്യവും ഒരുപോലെ നൽകപ്പെട്ടിട്ടുള്ളവയാണ് മതങ്ങൾ. അങ്ങനെയെങ്കിൽ മതങ്ങൾ വഴിതെറ്റുമ്പോൾ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ അതെത്തിച്ചേരും. മതങ്ങൾ പ്രധാനമായിട്ടും വഴിതെറ്റുവാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് അധിനിവേശ സ്വഭാവമാണ്. അധിനിവേശ സ്വഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക, ഞാനും എൻ്റെ മതവും മാത്രമാണ് ശരി എന്നുള്ള ചിന്താഗതി. എൻ്റെ മതത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാത്തവരെല്ലാം നിഷ്കാസനം ചെയ്യപ്പെടണം, നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം എന്നുള്ള ചിന്ത മത തീവ്രവാദത്തിന്റെ അടിസ്ഥാനമാണ്. ഈ ചിന്ത കടന്നു വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത മതങ്ങളിൽ അംഗങ്ങളായിരിക്കുന്നവരെ നശിപ്പിക്കുന്നതാണല്ലോ തീവ്രവാദമായിട്ട് മാറുക. മതത്തിന്റെ വഴിപിഴച്ച രൂപങ്ങളായിട്ട് തീവ്രവാദങ്ങൾ ഉടലെടുക്കും. രണ്ടാമതായിട്ട് മതത്തിന്റെ ഏറ്റവും വലിയ അപചയത്തിന് കാരണമായി തീരുക ദ്രവ്യാഗ്രഹമാണ്. പണത്തിനോടുള്ള അമിതമായിട്ടുള്ള ആസക്തി. മതത്തില് അത് കടന്നു വരുമ്പോൾ മതാത്മകത നഷ്ടപ്പെടുകയും ദേവാലയങ്ങളിൽ നിന്ന് ദൈവം പടിയിറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. മതത്തിന് വഴിതെറ്റുമ്പോൾ ആദ്യം ദൈവവും പിന്നീട് മൂല്യങ്ങളും പടിയിറങ്ങും. അത് സർവനാശത്തിലേക്ക് മാനവരാശിയെ കൊണ്ടെത്തിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് കാണിച്ചു തരിക, മതാത്മകതയ്ക്ക് നന്മ നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയാണ് അത് കച്ചവട സ്ഥലവും അനീതി പ്രവർത്തിക്കുന്ന സ്ഥലവുമായി മാറിയത് എന്ന് ഈശോ കാണിച്ചു തരികയും
ദേവാലയത്തിൽ ചെന്നപ്പോൾ കച്ചവടം പൊടിപിടിക്കുന്നുണ്ട്. നാണയമാറ്റക്കാരും പ്രാവിനെ വിൽക്കുന്നവരും മറ്റു മൃഗങ്ങളെയും എല്ലാം വിറ്റ് കാശുണ്ടാക്കുന്ന അവസ്ഥയാണ് ഈശോയുടെ മുമ്പിലെത്തുക. നന്മയ്ക്ക് വേണ്ടി തുടങ്ങിയ പല നിയമങ്ങളും പിന്നീട് അത് ചൂഷണം ചെയ്യപ്പെടുമ്പോൾ നന്മയുടേതായിട്ടുള്ള അവസ്ഥകൾ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും വലിയ കച്ചവടമായിട്ട് അത് മാറും. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലും നമ്മളുടെ മതാത്മകതയിൽ വന്ന് ഭവിക്കാവുന്ന ഏറ്റവും വലിയ 2 അപജയങ്ങളാണ് ഈ ദിവ്യാഗ്രഹവും അതുമല്ലെങ്കിൽ അധിനിവേശ സ്വഭാവം. അത് പലപ്പോഴും നമ്മളുടെ ഇടയിൽ വരിക, ഇടവകളിലൊക്കെ കടന്നു വരുന്ന ഏറ്റവും വലിയ രീതിയിൽ ഈ ദ്രവ്യാഗ്രഹം എന്നത് പൈസയോട് മാത്രമല്ല, ചിലപ്പോഴും സമയത്തോട് ഉള്ള ഇതാണ്. ചില വ്യക്തികൾ വന്ന് പറയാറുണ്ട്, വെച്ചാൽ പാട്ട് കൂടുന്നു, കുർബാനയുടെ ദൈർഘ്യം കൂടുകയാണ്. നമ്മൾ ദേവാലയത്തിൽ എന്തിനാണ് വരിക എന്നത് ചോദ്യം ചെയ്യാനായിട്ടുള്ള, നമ്മെ തന്നെ ചോദ്യം ചെയ്യുവാനുള്ള ഒരു വേദിയാണ്. പ്രാർത്ഥനയ്ക്ക് ദൈർഘ്യം കൂടുമ്പോൾ അസ്വസ്ഥരാകുന്നത് ആരാണ്? സാധാരണ പിശാച് ബാധയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കാണ് അസ്വസ്ഥതകൾ ഉടലെടുക്കുക. പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് ദേവാലയത്തിൽ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ കച്ചവട മനോഭാവങ്ങളാണ് കൂടുതൽ എങ്കിൽ ഈ കുർബാനയ്ക്ക് ശേഷം എനിക്ക് ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വ്യഗ്രത ചിന്തകളാണ് എൻ്റെ മനസ്സിനെ മതിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, കച്ചവട മനോഭാവത്തോടെയാണ് ഇരിക്കുക. മതാത്മകതയിൽ ഒരർത്ഥവുമില്ല. ദേവാലയത്തിൽ എത്തുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ശാന്തമാക്കുവാനും ആ ശാന്തതയിലെ ദൈവത്തിന്റെ സാന്നിധ്യം ദർശിക്കുവാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, എൻ്റെ ഹൃദയത്തില് ഒത്തിരിയേറെ വ്യവസായ ചിന്തകളാണ്. പലപ്പോഴും ദേവാലയത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ചുറ്റുപാടും ഒന്നും നോക്കാതെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുക. ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രമിക്കാൻ സാധിക്കാത്ത വിധം നമ്മളുടെ ഹൃദയങ്ങൾ കഠിനമായി പോകുന്നതാണ്. ദേവാലയത്തിലെ നിശബ്ദതയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുക നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, ഇന്ന് നീ ചെയ്തത് തെറ്റാണ് എന്ന് നിന്റെ മനസ്സാക്ഷി ദേവാലയത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്നെ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, ദൈവം നിന്നോട് സംസാരിക്കുകയാണ് നിന്റെ വ്യവസായിക മനോഭാവങ്ങളിൽ നിന്ന് പുറത്തു കടക്കുവാനായിട്ട്. വീണ്ടും എനിക്ക് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നില്ല എങ്കിൽ, അവരുടെ വേദനകളെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചും മായാവതികളെ കുറിച്ചുമുള്ള ചിന്തകൾ നഷ്ടപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അത് ദൈവീകതയല്ല, ദൈവാത്മകതയല്ല, അത് അഹന്തയാണ്. മനുഷ്യ ജീവിതത്തില് മതാത്മകതയ്ക്ക് ഏറ്റവും ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാര്യമാണ് അഹന്ത. എൻ്റെ കാര്യം മാത്രം. അധിനിവേശ സ്വഭാവവും അത് തന്നെയാണ്. മതങ്ങൾ തമ്മിൽ കാണിക്കുക, എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഈ നാം ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിൽക്കുക ഈ അധിനിവേശ സ്വഭാവമാണ്. സഭയും മതങ്ങളുമെല്ലാം ഈ അപജയത്തില് പെടുമ്പോൾ നഷ്ടപ്പെടുക ദൈവികതയാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും അടയാളമായിട്ട് ഈശോ പറഞ്ഞതെന്താ? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും. എന്നൊക്കെ അവസാന വചനത്തിൽ പറയുന്നുണ്ട്. ശിഷ്യന്മാരെ മനസ്സിലാക്കി ഈശോ മരിച്ചതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു. അവൻ തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നത്തെ ആദ്യത്തെ വായനയിലെ സംഖ്യയുടെ പുസ്തകത്തിൽ നാം കണ്ടു, ദൈവം എങ്ങനെയാണ് യഹൂദജനത്തിന് തണലും താങ്ങുമായി, തണലും ദീപവുമായി അവർക്ക് വഴി തെളിച്ചത്. ദേവാലയത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്കുള്ള പ്രകാശവും നമ്മളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാനുള്ള വഴിയുമായി ഈ എൻ്റെ മതാത്മകത മാറുമ്പോൾ നന്മയുടെ നവസ്വനങ്ങളായ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദേവാലയം എന്താണ് പ്രതിനിധാനം ചെയ്യുക? വെറും ആചാരങ്ങൾക്കുള്ള അവസ്ഥയായി മാറുമ്പോൾ, കച്ചവട മനോഭാവങ്ങളുമായി ഞാൻ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുക എന്നിലെ ദൈവ സാന്നിധ്യമാണ്. ദേവാലയത്തിൽ ഞാൻ പലപ്പോഴും ദൈവം എന്നിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന അവസ്ഥകളുണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാം. ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളായി മാറുവാനായിട്ടുള്ള സ്ഥലമായി ബലിവേദി മാറുമ്പോൾ, ബലിയുടെ ജീവിതമായി നമ്മളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ എൻ്റെ സഹോദരങ്ങളുടെ വേദന എൻ്റെ വേദനയായിട്ട് മാറും. പലപ്പോഴും
നമ്മളുടെ ബോംബെയിലെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ പെരുന്നാളുകളിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പറയാറുണ്ട്, പെരുന്നാൾ നടത്തുന്നവരോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഇതിൻ്റെ ഒരു ശതമാനം നമ്മുടെ പാവപ്പെട്ടവർക്കായിട്ട് നമ്മൾ മാറ്റിവെക്കണം. പലപ്പോഴും ഞാൻ കണ്ടത് വളരെ സന്തോഷത്തോടു കൂടി പ്രസിഡന്റുമാര് അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമുക്ക് കുറച്ചുപേരെ ഈ കോവിഡ് കാലത്ത് നമുക്ക് അവരെ സഹായിക്കുവാനായിട്ട് സാധിച്ചു. നമ്മളുടെ ആഘോഷങ്ങള് മറ്റുള്ളവർക്ക് കൂടി പങ്കെടുക്കുവാൻ പറ്റുന്ന തലത്തിൽ നിന്ന് വഴിവിട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കണം, പലപ്പോഴും ദൈവം നഷ്ടപ്പെട്ട ആചാരങ്ങളായി നമ്മളുടെ ആഘോഷങ്ങൾ മാറുന്നുണ്ടോ. എല്ലാവർക്കും അനുഭവവേദ്യമാകുന്ന പെരുന്നാളുകളും ആചാര കർമ്മങ്ങളുമായിട്ട് നമ്മളുടെ പ്രാർത്ഥനയും ആധ്യാത്മികതയും രൂപാന്തരപ്പെടുമ്പോൾ നഷ്ടപ്പെട്ട ആത്മീയ ചൈതന്യം നമ്മളിലേക്ക് കുടിയേറും. നഷ്ടപ്പെട്ട ദൈവിക ഭാവങ്ങൾ തിരിച്ചു പിടിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ സർവചിത്രനായ ദൈവം വിജയത്തിലെത്തിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കാരണവാനായ പിതാവേ, ആശ്രിതനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനം ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവരുടെ വസിക്കുന്ന വിശ്വാസങ്ങൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വരുത്തതിനും ലോകം വേണ്ടി മനുഷ്യത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശാല ജർമ്മന്റെയും തലവനായ നമ്മുടെ പ്രസിദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും നിലമേലനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും മാർ തോമസ് മെത്രാന്റെയും അവരുടെ സഹോദരങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് എല്ലാവർക്കും നമ്മയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കൊറോണ രോഗം മൂലം ക്ലേശം അനുഭവിക്കുന്നവരെ സൗഖ്യപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് രക്ഷിക്കണമെന്നും കൊറോണ വൈറസിനെ ചെറുക്കുന്നതിന് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയെ കളങ്കമേശാത്തവതുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായി നിന്റെ ശരീരരക്ഷങ്ങളാൽ പരിപോഷിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോട് കൂടെ ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യ സൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൈവത്തിന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രന്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ഹൃദയവിശ്വരം വെച്ച് എല്ലാവരും വേർപെട്ടു പോയ എല്ലാവരും സ്മരിക്കുകയും വിശാല കൃപയാൽ ഇവരും നമുക്ക് സദർശിക്കും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്നത് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാമ്യദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനമായി ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനാഥരുടെ കൂടെ കഥാനന്ദി നൽകുകയും അടുത്ത് വിളിച്ചർപ്പിക്കുകയും ചെയ്യാം. ലാതുകളിൽ നിന്ന് ഇവിടെ നശിച്ചുകൂടുന്ന വീക്ഷിക്കുകയും പാപക്ഷണമായ രഹസ്യങ്ങൾ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാസം വഴി സമാധാനം സമൃദ്ധമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ചോർത്തേക്ക് ഉയർത്തി നിശബ്ദരായി ഏകദേശം ഭക്തോടും കൂടെ നിങ്ങളുടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. സ്നേഹമാകും സഹവാസഭൂമി നമ്മോടും ഉണ്ടാകട്ടെ. സമാധാനം നമ്മോട് കൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം അങ്ങയുടെ മാത്രമേ ത്രൈത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാളങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഒരുപാട് സൃഷ്ടിക്കുകയും
മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോപേന്മാരോട് ശ്രാപ്യന്മാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയ ഗണങ്ങളോട് കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി പരിവർത്തിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ.
കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മതപതിച്ചുപോയി ഞങ്ങളെ സംതരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതിൽ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, സിദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഖന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കിടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടിയും എന്നേ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുകളിലെ ഓരോ കുടുംബങ്ങൾക്കും അംഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിന്നുള്ള വിശുദ്ധമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. യോമയാചനത്തിന്റെയും മാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ പ്രതിസമൃദ്ധമായ കൃപയാൽ സംചാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശ്രമിച്ചുകായി അയച്ചുവെന്ന ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ദൈവവുമായി നിശ്ചിക്കാവുന്ന ചെറുതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാഠകന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ ഏർപ്പെടുത്തിനെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കഥാപികൾ ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാത്രം പുനഃപ്രാഗമായ സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമം രക്ഷകനുമായി ശ്രമിച്ചുകാരുടെ അത്ഭുതത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെ വിധാനത്തിന്റെയും മഹനീയവും വൈരക്തിയും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി അതോടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭോക്തൃകരിക്കുകയും ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രേരിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാം ആ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാത്മകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
കാരുണ്യത്തിനൊത്ത വിധവനോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരക്കവും പരിശുദ്ധവും ദൈവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തരെ സമർപ്പിക്കാം. അനാഥമാനുസരണത്തോടെ അവരെ പിന്തിരിഞ്ഞുകൊണ്ടും പാപിനെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടും തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സദാനാഥനായ ദൈവത്തോട് കൃപയും പ്രാമുഖ്യം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കലങ്ങളും പിടിഞ്ഞ് മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുക്കളുടെ നിർദ്ദേശത്തിൽ നിന്ന് നല്ല ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടെ മകത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഒരുവരും ആത്മരക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവൻ കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ പതനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ചൊല്ലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സിദ്ധനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും
രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോട്ടേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവേ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോളം എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയതാൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര വച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയെ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ ശുദ്ധവും ജീവദായകവും ദൈവികമായ ഇലക്ഷൻ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗരേഖപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാത്രം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായ സമയത്തിന് ഞങ്ങളുടെ അങ്ങയുടെ അനന്തകാലത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ദിവ്യഭവനത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച നിങ്ങളെ സകല സ്വർഗവാസികളോടും കൂടെ അങ്ങയെ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കാരുണ്യവാനായ മിശിഹായ, നിന്റെ അമൂല്യമായ രക്തത്താൽ നിങ്ങളെ വിശുദ്ധീകരിച്ചതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലപദമായി സ്വീകരിച്ച മിശിഹായ, മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ ഉദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവന് അവകാശങ്ങളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവിന്റെ കരുണയെ സ്തുതി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങൾ
ദൈവാജ്ഞ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ തന്നെ ഓർമ്മയിൽപ്പെടുത്താനുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 കൊരേഗാവ് വെസ്റ്റ് ഇടവകയുടെ പാരിഷ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടാവും. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കല്യാൺ രൂപതയിലെ എല്ലാ വൈദികരും ഓൺലൈനായിട്ടുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. പ്രത്യേകമായ ദിവസങ്ങളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച 4 മണിക്ക് ശേഷം പ്രത്യേകമായി നിങ്ങളെല്ലാവരെയും ധ്യാനത്തിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മളുടെ രൂപതയുടെ മേലധ്യക്ഷനെയും അതോടൊപ്പം തന്നെ എല്ലാ വൈദികരെയും പ്രത്യേകമായ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രത്യേകമായി എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരാഴ്ച ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഈ ദിവസങ്ങളിൽ പള്ളി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുക എന്നതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഗ്രൂപ്പുകളിലൂടെ പാരിഷ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു തളർന്നാൽ അവൻ എൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാൽ അവൻ എൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എന്നെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ.